വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് 2-3-4 കാര്യങ്ങൾ ചോദിക്കട്ടെ. 3-4 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. ഒന്നാമതായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ ആൻസർ പറയണം. ഓണം എക്സാമിന് നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? ഇല്ല എന്നാണ് ആൻസർ എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമാണോ? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ? നിങ്ങളുടെ തന്നെ എന്തെങ്കിലും പ്രശ്നമാണോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ നിങ്ങൾ പഠിക്കാതിരിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പഠിക്കാത്തത് എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ കറക്റ്റ് റീസൺസ് പറ്റുകയാണെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുക. അത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലുള്ള പ്രശ്നം ഇതുവരെ പഠിച്ചു തുടങ്ങാത്തതിൻ്റെ കാരണം കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ സ്പെസിഫൈ ചെയ്യാം. ഇനി പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ എന്താണ് നിങ്ങളുടെ പഠനത്തിൻ്റെ അവസ്ഥ? എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠനം? കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാണോ? ഹിസ്റ്ററി മനസ്സിലാവുന്നുണ്ടോ? അക്കൗണ്ടൻസി മനസ്സിലാവുന്നുണ്ടോ? ബിസിനസ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ പഠന നിലവാരം ഏതൊക്കെയാണ് ടഫായിട്ടുള്ള വിഷയങ്ങൾ? ഓരോ വിഷയം പഠിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? ഈ കാര്യങ്ങൾക്കും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ എന്താണ് പഠിക്കാത്തതെന്നും പഠിച്ചു തുടങ്ങിയവർ അവർക്ക് പഠനത്തിനിടയിൽ നേരിടുന്ന പ്രശ്നങ്ങളും കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്താൽ അതൊക്കെ സോൾവ് ചെയ്യാനുള്ള വീഡിയോ നമുക്ക് തരാൻ പറ്റും കേട്ടോ. അപ്പോൾ വെൽക്കം ടു എജ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനൽ. ഇറ്റ്സ് മീ നാഫി. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഇനിയും ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്കും ഇനി പഠിച്ചു തുടങ്ങിയാൽ ഫുൾ A+ കിട്ടുമോ എന്നുള്ള ചോദ്യമുള്ളവർക്കും എന്താണ് ഫുൾ A+ കിട്ടാനുള്ള കുറച്ച് ടിപ്പാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ദിവസവും എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താടാ, സ്റ്റേ ഫോക്കസ്ഡ് ആണ്. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ എന്തിൽ കൊടുക്കണം? നിങ്ങളുടെ പഠനത്തിൽ കൊടുക്കണം. നിങ്ങൾ ഒരിക്കലും മനസ്സിൽ മറ്റൊരു ചിന്തയുമായിട്ട് ഇന്നലെ കണ്ട സിനിമയോ ഇന്നലെ കേട്ട പാട്ടോ ആലോചിച്ചിട്ട് പഠിക്കാനിരിക്കരുത്. ഫുൾ ഫോക്കസ് അല്ലെങ്കിൽ ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിനായിട്ട് മാറ്റിവെക്കണം. എന്നാൽ മാത്രമേ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റേ ഫോക്കസ്. നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു അവോയ്ഡ് ഡീവിയേഷൻസിൽ. ഈ ഡീവിയേഷൻസിൽ എന്തൊക്കെ വിടും? നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വിടും, നിങ്ങളുടെ വാട്സപ്പ് വിടും, നിങ്ങളുടെ സ്നാപ്ചാറ്റ് വിടും, നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ വിടും. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ആ പഠനത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ടേക്ക് വലിക്കുന്നത് എന്താണോ അതൊക്കെ ഡീവിയേഷൻസ് ആണ്. അത് ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, സ്നാപ്ചാറ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, അതെല്ലാം എന്താണ്, ഡീവിയേഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റി നിർത്തണം. ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ സ്നാപ്ചാറ്റോ ഗെയിംസോ അനിമോ അല്ലെങ്കിൽ ആരെങ്കിലോ വ്യക്തികളോ ആളുകളോ ഒക്കെ ആണ്, അവരോടൊക്കെ മാറി നിൽക്കാൻ പറയുക. ഇനിയുള്ള ഒരാഴ്ചയെങ്കിലും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓണം എക്സാമിന് പഠിക്കുക. അടുത്ത നമ്മൾ ദിവസവും എജ്യൂപോഡ് എന്ത് തരുന്നുണ്ട്, ലൈവുകൾ തരുന്നുണ്ട്. ലൈവുകളിലൊക്കെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലൈവുകൾ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് സംശയമുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലൈവൊക്കെ നമ്മുടെ ലൈവിൻ്റെ ഹിസ്റ്ററി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ പ്രീവിയസ് ലൈവിലൊക്കെ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ലൈവുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ലൈവ് ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് തുറന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു നോട്ടാക്കി നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ നോട്ടാക്കി എഴുതുമ്പോൾ അത് തലയിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, സയൻറ്റിഫിക്കലി പ്രൂവ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് ഫോളോ ചെയ്യുമ്പോൾ, ലൈവ് കാണുമ്പോൾ ടീച്ചേഴ്സ് എഴുതുന്ന പോയിന്റും കാര്യങ്ങളും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് നിങ്ങളുടെ തന്നെ സെൽഫ് മെയ്ഡ് ആയിട്ട് ഒരു ഷോർട്ട് നോട്ടാക്കി മാറ്റിയാൽ പഠിക്കാനുള്ള ചാൻസ് അവിടെ കൂടും. പിന്നെ എത്രയൊക്കെ പഠിച്ചാലും ഉറക്കമില്ലെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പം 7 to 8 hours സ്ലീപ്പ്, 7 മുതൽ 8 മണിക്കൂർ വരെയുള്ള സമയങ്ങൾക്കിടയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങിയിരിക്കണം. അല്ലേ, മിനിമം 7 മണിക്കൂർ, മാക്സിമം 8. അതിനിടയിലുള്ളൊരു സമയത്തെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങിയിരിക്കണം. 7 മണിക്കൂർ ഉറങ്ങാം, 7 മണിക്കൂറും 10 മിനിറ്റ് ഉറങ്ങാം, 7.5 മണിക്കൂർ ഉറങ്ങാം, 7.25 മണിക്കൂർ ഉറങ്ങാം, 8 മണിക്കൂർ ഉറങ്ങാം. ഒരു സ്പെസിഫൈഡ് ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറക്കത്തിനായിട്ട് മാറ്റി വെക്കുക. മിനിമം 7 മണിക്കൂർ, മാക്സിമം 8 മണിക്കൂർ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ ഇങ്ങനെ ഉറങ്ങുമ്പോൾ, ലേറ്റ് നൈറ്റ് ആവരുത്, ഒരു 10 മണിക്ക് 11 മണിക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങിപ്പോകണം. അപ്പോൾ സ്ഥിരമായിട്ട് ആ സമയത്ത് ഉറങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിന് പ്രോപ്പർ റെസ്റ്റ് കിട്ടുകയും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിന് ഓർത്ത് വെക്കാനും പറ്റും. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല, പഠിച്ച കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പ്രോപ്പറായിട്ട് ഉറങ്ങുക എന്നുള്ളത് എന്താണ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെന്താ, രാത്രി 10 മണിക്ക് ഉറങ്ങി രാവിലെ ഒരു 5:30 എണീച്ചിട്ട് ഏർലി മോർണിംഗ് റിവിഷൻ നടത്തുന്നത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ ഏർലി മോർണിംഗ് റിവിഷൻ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസത്തെയും ലൈവ് നോക്കിയിട്ട് നിങ്ങളോട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഷോർട്ട് നോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഏർലി മോർണിംഗ് റിവിഷൻ, രാവിലത്തെ റിവിഷൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാടാ, ഷോർട്ട് നോട്ട് വെച്ചിട്ടാട്ടോ. ഒരു ഷോർട്ട് നോട്ട് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഏർലി മോർണിംഗ് റിവിഷൻ എന്ത് ചെയ്യണം, നടത്തണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നമ്മൾ തലേന്നത്തെ ലൈവ് കണ്ടിട്ട് ഒരു ഷോർട്ട് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ഷോർട്ട് നോട്ട് വെച്ചിട്ട് രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു
റിവിഷൻ കൂടി നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് ഉറപ്പായിട്ടും ഓണം എക്സാമിന് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക, നമ്മുടെ ഡീവിയേഷൻസിലോട് നോ പറയുക, നമ്മുടെ ലൈവ് ഫോളോ ചെയ്യുക, അത് വെച്ചൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക, മിനിമം ഒരു 7 മണിക്കൂർ മാക്സിമം 8 മണിക്കൂർ അതിനിടയിലുള്ള സമയത്ത് നിങ്ങൾ ഉറങ്ങുക. എന്നിട്ട് അതിരാവിലെ എണീച്ചിട്ട് തലേന്നുണ്ടാക്കിയ ഷോർട്ട് നോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികളിൽ നിങ്ങളും പെടട്ടെ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും ഈ രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ +2 ഓണം എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം ഓണം എക്സാമിന് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഓണം എക്സാം അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ ക്രിസ്മസിലും പിന്നെ അവിടെ നിന്ന് നടക്കുന്ന പബ്ലിക്കിനും മോഡലിനും അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കോൺഫിഡൻസ് തരും. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ, പഠന സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് തരാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ പഠിക്കുമെന്ന് ഉറപ്പുള്ളവർ, ഞാൻ പഠിക്കാൻ റെഡിയാണ് സാർ, ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യുന്ന ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണേ. ഞാൻ പഠിക്കാൻ റെഡിയാണ്, ഞാൻ ഈ സ്റ്റെപ്സൊക്കെ ഫോളോ ചെയ്യുന്ന എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിനു മുമ്പ് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ആ ക്വസ്റ്റ്യൻസിന് ആൻസർ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഓണം എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാൻ താല്പര്യമുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബൈ.